ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെക്ക് ലിസ്റ്റിനെ പറ്റിയിട്ടാണ്. ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ചെക്ക് ബോക്സ് എന്ന് നമുക്ക് ഇനി പറയാം. ഇതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ആണോ അല്ലയോ എന്ന് അറിയണം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും പ്രോജക്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഓരോരോ മൊഡ്യൂൾസും കംപ്ലീറ്റ് ആയി ഇന്ന മൊഡ്യൂൾസ് ആണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത് എന്നൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് ഓഫീസിലൊക്കെ ഒരുപാട് ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ട സമയത്ത് ഏതൊക്കെയാണ് കംപ്ലീറ്റഡ് എന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. എംപ്ലോയീസിൻ്റെ ആയാലും സ്റ്റുഡൻസിൻ്റെ ആയാലും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പോലും നമുക്ക് ഈ ഒരു ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്പർ ടാബിൽ വരുന്നതാണ്. അതെങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഡാറ്റ റിവ്യൂ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഡെവലപ്പർ ടാബിലില്ല. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിബണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമൈസ് ദ റിബൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഡെവലപ്പർ എന്നുള്ളത് ഇതിൽ ടിക്ക് മാർക്ക് ഇല്ല, സോ അതിൽ ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് റിബണിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന് മനസ്സിലാവുന്നതായിരിക്കും. കണ്ടോ, ഇവിടെ ഒരു ടാബ് കൂടി ആഡ് ചെയ്യപ്പെട്ടു, അതാണ് ഡെവലപ്പർ ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലാണ് മാക്രോസ് ഒക്കെ വരുന്നത്. മാക്രോസ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻസേർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. ആ ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോം കൺട്രോൾസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഇതിൽ മൂന്നാമത് കിടക്കുന്ന ഈ സംഭവമാണ്, ഈ ടിക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവമാണ് നമ്മുടെ ചെക്ക് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ റഫായിട്ടൊന്ന് വരച്ചു തരാം. എന്നിട്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് ചെക്ക് ബോക്സ് വരയ്ക്കുക. കണ്ടോ, ചെക്ക് ബോക്സ് 1 എന്ന് പറഞ്ഞിട്ട് ഇതിന് ബൈ ഡിഫോൾട്ട് പേര് വരുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ വേറെ സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ഡെവലപ്പർ ടാബിൽ പോവുക, ഇൻസേർട്ടിൽ പോവുക, ദെൻ ഫോം കൺട്രോൾസിൽ ചെക്ക് ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അഗെയിൻ നമുക്ക് ഡ്രോ ചെയ്യാം. മനസ്സിലായോ? ചെക്ക് ബോക്സിനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഈ ഒരു ചെക്ക് ബോക്സ് ഇവിടെയല്ല, ഇതിൻ്റെ നേരെ താഴെയാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെക്ക് ബോക്സ് സെലക്ട് ആയിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ഈ ഒരു പ്ലസ് സൈൻ കാണുന്നില്ലേ, ഈ ആരോ ഇട്ട പ്ലസ് സൈൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ബോക്സിനെ മൂവ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചെക്ക് ബോക്സിൻ്റെ കോപ്പിയാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് ലിവ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെ വരുന്നതായിരിക്കും. മൂവ് ഹിയർ, കോപ്പി ഹിയർ, ക്യാൻസൽ. ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതല്ല നമുക്ക് അതിൻ്റെ കോപ്പിയാണ് വേണ്ടെങ്കിൽ കോപ്പി ഹിയർ എന്നുള്ളതാണ്. മൂവ് ഹിയർ എന്ന് പറഞ്ഞാൽ ഈ ചെക്ക് ബോക്സ് 2 കംപ്ലീറ്റ് ആയിട്ടും ഇവിടത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ കോപ്പി ഹിയർ എന്നാണെങ്കിൽ കണ്ടോ, ആ ചെക്ക് ബോക്സ് 2ൻ്റെ അതേ കോപ്പി ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ചെക്ക് ബോക്സിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കുറച്ച് ടാസ്കുകളുണ്ട്, ടാസ്ക് 1 to ടാസ്ക് 7 വരെ. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോന്നിനും കംപ്ലീറ്റഡ് ടാസ്കിന് നേരെ എനിക്ക് എന്ത് വരണം, ചെക്ക് ബോക്സ് വരണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ടാസ്കുകൾ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാം. അതായത് പ്രോജക്ട്സ് നമ്മൾ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും ചെയ്യുക അല്ലേ. അപ്പോൾ കംപ്ലീറ്റഡ് മൊഡ്യൂൾസിന് നേരെ ചെക്ക് ലിസ്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എംപ്ലോയീസിൻ്റെ അറ്റൻഡൻസ് എടുക്കാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാം. ടാസ്ക് 1ൻ്റെ നേരെ നമുക്ക് ചെക്ക് ബോക്സ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പർ ടാബിൽ പോവുക, ഇൻസേർട്ടിൽ പോയിട്ട് ഈ തേർഡ് ഓപ്ഷൻ എടുക്കുക. ദെൻ നമ്മൾ ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ചെക്ക് ബോക്സിൽ ചെക്ക് ബോക്സ് 4 എന്നാണുള്ളത് അല്ലേ. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. കണ്ടോ? അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചെക്ക് ബോക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോഴും നമുക്ക് ആ ഒരു കേഴ്സർ അവിടെ, അതായത് ആ ബ്ലിങ്കിങ് കേഴ്സർ അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റും പോകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചെക്ക് ബോക്സിൽ ഒന്നുമില്ല. കണ്ടല്ലോ, ഇങ്ങനെയുള്ളൊരു ഫോമിലേക്ക് നമ്മുടെ ചെക്ക് ബോക്സ് മാറി. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെക്സ്റ്റ് എന്നുള്ളത് എടുത്താൽ മതി. ഞാനിവിടെ വെക്കാൻ പോകുന്നത് ഡൺ എന്ന് പറഞ്ഞിട്ടാണ്. കണ്ടോ, നമ്മുടെ ചെക്ക് ബോക്സിൽ ഇപ്പോൾ ഡൺ എന്ന് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് വേണമെങ്കിൽ താഴേക്ക് കോപ്പി ചെയ്യാം. ടാസ്ക് 7 വരെ ഞാൻ കോപ്പി ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കണ്ടോ, എല്ലാത്തിലേക്കും ഡൺ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, ഏതൊക്കെ ടാസ്ക് കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടാസ്കിനൊക്കെ നേരെ നമുക്കിങ്ങനെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ വേറൊരു കാര്യം കാണിച്ചു തരാം. അതായത് എങ്ങനെയാണ് മറ്റൊരു സെല്ലുമായിട്ട് ഈ ഒരു ചെക്ക് ബോക്സിനെ ലിങ്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ചെക്ക് ബോക്സിൽ കഴ്സർ കൊണ്ടുവച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഫോർമാറ്റ് കൺട്രോൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക.
അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ചെക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു മാർക്ക്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ചെക്ക് ആയിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട്. ഇനി ലിങ്ക് ചെയ്യേണ്ട സെല്ലാണ് നമ്മൾ ഈ സെൽ ലിങ്കിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് സെല്ലിലേക്കാണോ ലിങ്ക് ചെയ്യേണ്ടത് ആ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ സെല്ലാണ് ഞാൻ എടുക്കുന്നത്, അതായത് ഇതിന് നേരെയുള്ള ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ട്രൂ വന്നു, കാരണം എന്താണ്, നമ്മുടെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ടാണുള്ളത്, സോ ട്രൂ വന്നു. ഇനി അടുത്ത ചെക്ക് ബോക്സും ഇതേപോലെ എടുക്കുക, ഫോർമാറ്റ് കൺട്രോൾ എടുക്കുക, സെല്ല് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ സെല്ല് സെലക്ട് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഒന്നും വരാത്തത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടോളാം, ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ട്രൂ വന്നു, ടിക്ക് മാറ്റുമ്പോൾ ഫോൾസ് വന്നു, കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ഇനി ഇങ്ങനെ ഇതേ ടൈപ്പിൽ നമ്മൾ എല്ലാ സെൽസിലേക്കും ഫോർമാറ്റ് കൺട്രോൾ എടുത്തിട്ട് സെല്ല് ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സെൽസിലേക്കും നമുക്ക് ട്രൂവും ഫോൾസും വന്നിട്ടുണ്ട്. അതായത് ഡൺ ആണെങ്കിൽ ട്രൂ, അതല്ല എങ്കിൽ ഫോൾസ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വേണമെന്നിരിക്കട്ടെ. എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് കംപ്ലീറ്റഡ് ടാസ്ക് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ എന്ന് ഞാനിവിടെ കൊടുക്കുകയാണ്. ദെൻ ഈ ഒരു സെല്ലിലേക്ക് ഈക്വൽ ടു, ദെൻ കൗണ്ട് ഈഫ് എസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുന്നു, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ പാരന്തസിസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ക്രൈറ്റീരിയ റേഞ്ച് 1 ആണ്. അപ്പോൾ ആ ക്രൈറ്റീരിയ റേഞ്ച് 1 ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ കോമ ഇടുന്നു. അടുത്തത് ക്രൈറ്റീരിയ 1 ആണ്. ക്രൈറ്റീരിയ 1 എന്ന് പറയുന്നത് ഈ ട്രൂ ആണ്. അപ്പോൾ അതൊന്ന് കോഡ്സിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക. ട്രൂ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു, പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ എത്ര ടാസ്ക് കംപ്ലീറ്റഡ് ആയി? 5 ടാസ്ക് ആണ്. 1 2 3 4 5 ടാസ്ക് ഇവിടെ കംപ്ലീറ്റഡ് ആയി. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരുപാട് ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കംപ്ലീറ്റ് ആയി എന്നുള്ളത് വരുന്നതായിരിക്കും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം. കണ്ടോ, ഓരോന്ന് മാറ്റുന്നതിനനുസരിച്ച് കുറയുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഞാൻ വേറൊരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ടാസ്കിൻ്റെ മേലെ നമുക്കൊരു സ്ട്രൈക്ക് ത്രൂ കൂടി വേണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്മുടെ ടാസ്കുകളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഹോം ടാബിൽ ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാം കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. അതിൽ ന്യൂ റൂൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു ഇടുന്നു. നമ്മൾ ഈ ട്രൂ ആണ്, നമ്മൾ ട്രൂവും ഫോൾസിനും അനുസരിച്ചാണ് ഇനി നമ്മൾ സ്ട്രൈക്ക് ത്രൂ വരുത്തുക. അപ്പോൾ ട്രൂ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇതിൽ നമുക്ക് കോളം മാത്രം ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി, റോ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡോളർ സൈൻ കോളം മാത്രം ഫിക്സ്ഡ് ആക്കി വെച്ചു. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, അതായത് $C3 എന്ന് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ദെൻ ഫോർമാറ്റ് സെൽസ് എടുക്കുക. ഫോർമാറ്റ് എടുത്തതിന് ശേഷം സ്ട്രൈക്ക് ത്രൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് കളർ സെലക്ട് ചെയ്യാം. കളർ ഞാനിവിടെ ഒരു ലൈറ്റ് ബ്ലൂ ആണ് കൊടുക്കുന്നത്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അഗെയിൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടല്ലോ, അതിൻ്റെ കളർ മാറി. അത് മാത്രമല്ല നമുക്കൊരു സ്ട്രൈക്ക് ത്രൂ കൂടി വന്നു. അങ്ങനെ നമ്മൾ കംപ്ലീറ്റഡ് ടാസ്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് വരും, നമുക്ക് സ്ട്രൈക്ക് ത്രൂ വരുന്നതായിരിക്കും. അപ്പം ഈസി ആയിട്ട് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റഡ് ആയ ടാസ്കുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ ടാസ്ക് കംപ്ലീറ്റഡ് ആവാത്ത ടാസ്കിൻ്റെ ഒരു ലിസ്റ്റ് വേണമെന്നിരിക്കട്ടെ. അതായത് വലിയൊരു ലിസ്റ്റൊക്കെ ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൺഡ്രഡ്സ് ഓഫ് ഡാറ്റ ഉള്ള ഒരു ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ കംപ്ലീറ്റഡ് ആവാത്ത ടാസ്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം അതുകൂടി നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് കംപ്ലീറ്റഡ് ആവാത്ത ടാസ്കുകൾ മാത്രം നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെല്ല് നോക്കാം. ഈക്വൽ ടു ഫിൽട്ടർ ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഫിൽട്ടർ പാരന്തസിസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ദെൻ അറേ ആണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. അറേ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടാസ്കിൻ്റെ ലിസ്റ്റാണ്. ദെൻ കോമ ഇടുക. ദെൻ ഇൻക്ലൂഡ് ഇഫ് എം ടി എന്ന് പറഞ്ഞിട്ടാണുള്ളത്. അതായത് ഈ ഒരു ലിസ്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ട്രൂവും ഫോൾസും ഉള്ള ആ ഒരു ലിസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഈക്വൽ ടു ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഫോൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് വരണം, ആ ഒരു ടാസ്ക് ഫോൾസ് ആയ ടാസ്ക് അവിടെ ഡിസ്പ്ലേ ആവണം. ഓക്കെ, ദെൻ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, ടാസ്ക് 3ഉം 5ഉം ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടാസ്കുകൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ വലിയൊരു ലിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കി നോക്കി കണ്ടുപിടിക്കുന്നതിന് പകരം ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇൻകംപ്ലീറ്റ് ആയ ടാസ്കുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇവിടെ നമുക്കൊരു ടിക്ക് മാർക്ക് മാറ്റി കൊടുത്ത് നോക്കാം. കണ്ടോ, ടാസ്ക് 7ഉം ഇൻകംപ്ലീറ്റഡ് ആണെന്ന് വന്നു. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു സ്ട്രൈക്ക് ത്രൂ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. ഇനിയിപ്പം വേറൊന്നുകൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ടാസ്ക് 4ഉം ഇവിടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, ആ സ്ട്രൈക്ക് ത്രൂ മാറിക്കഴിഞ്ഞു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ടാസ്കുകളൊക്കെ ഇങ്ങനെയൊന്ന് എക്സലിൽ, നമ്മളെപ്പോഴും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ? അപ്പോൾ ഡെയിലി ടാസ്കുകളൊക്കെ തന്നെ ഇങ്ങനെ എക്സലിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റഡ് ആവാത്തതിൻ്റെ ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും, അതിൻ്റെ നമ്പേഴ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.